ഇപ്പോൾ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയം ഈ സമൂഹ വ്യാപനത്തിൻ്റെ സാധ്യതയെ നമ്മൾ തള്ളിക്കളയരുത്. ആശങ്കപ്പെടുത്തുന്ന അവസ്ഥ തന്നെയാണ് തലസ്ഥാന നഗരത്തെ സംബന്ധിച്ച് വിശേഷിച്ചുള്ളത്. ഗ്രാമങ്ങളെക്കാൾ ഗൗരവമാണ് നഗരത്തിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത്. ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ തലസ്ഥാന നഗരത്തിൽ ഇതിൻ്റെ ഭാഗമായിട്ട് ഏർപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള ചില ക്രമീകരണങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. ഇന്നലെ രാവിലെ മുതൽ അതിനാവശ്യമായിട്ടുള്ള നടപടികൾ ജില്ലാ അഡ്മിനിസ്ട്രേഷൻ കൈക്കൊണ്ടുവരികയാണ്. നഗരസഭയും വളരെ ശക്തമായിട്ട് തന്നെ ഇക്കാര്യത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നഗരവാസികൾ ഏതാണ്ട് ഒരു സ്വാതന്ത്ര്യം കിട്ടിയ മട്ടിലാണിപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സാഫല്യം കോംപ്ലക്സ് അടച്ചുപൂട്ടി, പാളയം മാർക്കറ്റ് അടച്ചുപൂട്ടി. മാർക്കറ്റിലൊക്കെ മിനിയാന്ന് വരെയുള്ള സ്ഥിതി എന്താ? കോവിഡിന് മുമ്പുള്ള കാലത്ത് എങ്ങനെയാണോ ആ മട്ടിലാണ് മാർക്കറ്റിൻ്റെ പ്രവർത്തനം നടന്നിരുന്നത്. ചാലക്കമ്പോളത്തിൽ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് പോലുള്ള ചില നടപടികൾ, ചില ക്രമീകരണങ്ങൾ എല്ലാ മാർക്കറ്റിലും ഏർപ്പെടുത്തണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ എല്ലാ ഷോപ്പും തുറക്കത്തില്ല. ഒരു 1/3 മാത്രമേ ഒരു സന്ദർഭത്തിൽ തുറക്കത്തുള്ളൂ. ആ നിലയിൽ ചില ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് കടകളിലുള്ള വരവ് നിയന്ത്രിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. തുടക്കകാലത്ത് കടക്കാർ കാണിച്ചതായിട്ടുള്ള ഒരു ക്രമീകരണം ഈ സന്ദർഭത്തിൽ കാണിക്കാനായിട്ട് അവർ തയ്യാറാവുന്നില്ല. നേരത്തെ തുടക്ക സന്ദർഭത്തിൽ ഹാൻഡ് വാഷിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ സാനിറ്റൈസേഷൻ നടന്നിരുന്നു. ഓരോരുത്തരും നിൽക്കേണ്ട ഇടം തന്നെ അവർ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ അവർ വിസ്മരിച്ചിരിക്കുക. അത്തരം കടകൾ തുറക്കാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല. ഏതെല്ലാം തരത്തിലുള്ള സങ്കടവും വിഷമവും ഒക്കെ കടക്കാർക്കുണ്ടായിരുന്നാലും ശരി, കോവിഡ് ചട്ടങ്ങൾ അനുസരിച്ചല്ലാതെ പ്രവർത്തിക്കുന്ന കടകളുടെ ലൈസൻസ് താൽക്കാലികമായിട്ട് റദ്ദ് ചെയ്യുന്ന അടക്കമുള്ള നടപടികളിലേക്ക് തദ്ദേശഭരണ സ്ഥാപനത്തിന് പോകേണ്ടതായിട്ട് വരും, കോർപ്പറേഷന് പോകേണ്ടതായിട്ട് വരും. ഗവൺമെൻറ് കോർപ്പറേഷൻ്റെ മേൽ അത് ഇൻസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അതല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. പിന്നെ ചാനലുകളുടെ ഫ്രെയിമിനകത്ത് കടന്നുകൂടാൻ സമരക്കാർ നടത്തുന്ന ഒരു പരിശ്രമമുണ്ട്. എനിക്ക് ചാനൽ സഹോദരന്മാരോട് വളരെ വിനയത്തോടു കൂടി പറയാനുള്ളത്, ഇത്തരം അവസ്ഥാവിശേഷം ഉണ്ടാകുന്നത് ചാനലുകളുടെ ഒരു തള്ളിക്കയറ്റം വരുന്നതുകൊണ്ടാണ്. അത് നമ്മൾ എടുക്കുകയില്ല, കാണിക്കുകയില്ല എന്നുള്ളൊരു സ്ഥിതി വന്നാൽ ഈ സമരങ്ങളെല്ലാം അവിടെ തന്നെ അങ്ങ് അവസാനിക്കും. ഇത് സമരാഭാസമാണ് നടക്കുന്നത്. ദയവ് ചെയ്ത് നിങ്ങൾ കൂടെ ഞങ്ങളോട് സഹകരിക്കണം. ഇപ്പോൾ ഒരു പോലീസ് കോൺസ്റ്റബിളിന് അവിടെ കോവിഡ് ബാധയുണ്ടായി. ഈ സമരക്കാരിലാരെങ്കിലും അല്ല കൊടുത്തതെന്ന് എങ്ങനെയാണ് വിശ്വസിക്കാൻ സാധിക്കുക? അല്ലെങ്കിൽ അയാളുടെ വീട്ടിൽ നിന്നുണ്ടാകണം, അല്ലെങ്കിൽ അയാളുടെ ബാരക്കിൽ ഉണ്ടാവണം. ബാരക്കിലുള്ള ആർക്കുമില്ല. 28 പേരുടെ സ്വാബ് എടുത്ത് ടെസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ സമരക്കാർ പോയി പോലീസുകാരെ ഉന്തുകയും തള്ളുകയും ചെയ്യുകയല്ലേ. അപ്പോൾ പോലീസുകാരോടും എനിക്ക് നിർദ്ദേശിക്കാനുള്ളത്, നിങ്ങൾ സമരക്കാരുടെ അടുക്കൽ പോരുന്നതാണ്. ആരാണ് കൊറോണ വൈറസും താങ്ങി വരുന്നതെന്ന് നമുക്കറിയാൻ വേണ്ടി വയ്യ. അപ്പോൾ അതുകൊണ്ട് സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ കോവിഡ് ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് സമരം ചെയ്യാൻ വേണ്ടിയിട്ട് അണികൾക്ക് നിർദ്ദേശം കൊടുക്കണം എന്ന് തന്നെയാണ് അഭിപ്രായം. എങ്കിൽ മാത്രമേ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യാപനത്തെ നമുക്ക് ചെറുത്ത് നിൽക്കാൻ സാധിക്കൂ എന്ന കാര്യമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സെക്രട്ടേറിയറ്റ് മന്ത്രിമാരുടെ ഓഫീസിലെല്ലാം കർശനമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഇന്നു മുതൽ ഏർപ്പെടുത്തുകയാണ്. അനാവശ്യമായിട്ട് ആരെയും അവിടെ പ്രവേശിപ്പിക്കില്ല. യാത്രയുടെ കാര്യത്തിലും ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സൂചിപ്പിക്കുകയുണ്ടായി. അനാവശ്യമായിട്ടുള്ള എല്ലാ യാത്രകളും ഒഴിവാക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ യാത്രകൾ ഒഴിവാക്കാൻ നഗരവാസികൾ തയ്യാറാവണം. അത്യാവശ്യത്തിന് മാത്രം യാത്ര ചെയ്യുന്ന സ്ഥിതി വരണം. അത്തരത്തിൽ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളോട് സഹകരിക്കാൻ വേണ്ടിയിട്ടുള്ള മനസ്സ് കാണിക്കണമെന്നാണ് നഗരവാസികളായിട്ടുള്ള സ്നേഹിതരോട് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. ഞാനൊരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞല്ല, എനിക്കൊരു ഊഹം മാത്രമാണുള്ളത്. ആ പോലീസുകാരൻ എവിടെ നിന്ന് കിട്ടിയെന്ന് അറിയില്ല. ആ പോലീസുകാരൻ എല്ലാ ദിവസവും അവിടെ സമരക്കാരെ നേരിടാനായിട്ട് അവിടെ നിൽക്കുന്ന ആളാണ്. മിക്കവാറുമുള്ള എല്ലാ ദിവസവും ഇപ്പോൾ സമരം നടക്കുന്നുണ്ട്. പോലീസുകാരുമായിട്ട് കൺഫ്രണ്ട് ചെയ്യാനാണ് അവർ വരുന്നത്. പോലീസുകാരുമായിട്ട് ഉന്തും തള്ളുമുണ്ട്. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് പോലീസുകാർക്ക് കിട്ടാനിടയുണ്ട്. ഞാൻ ആ അർത്ഥത്തിൽ പറഞ്ഞതാണ്.
അല്ല, മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മത്സ്യത്തൊഴിലാളികൾ നിർദ്ദേശിക്കുന്നുണ്ട് തമിഴ്നാട് തീരത്തിറങ്ങരുതെന്ന്. കടലിൽ പോകാതിരിക്കാൻ വേണ്ടി നിവൃത്തിയില്ല. തമിഴ്നാട് പ്രദേശം വരുന്നതായിട്ടുള്ള, തമിഴ്നാടിൻ്റെ അതിർത്തി വരുന്നതായിട്ടുള്ള കടലിൽ അവർക്ക് പോകേണ്ടി വരും. പക്ഷേ തമിഴ്നാട്ടിൽ അവർ ഇറങ്ങാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള കരുതലുണ്ടാവണം. അവർ വിഴിഞ്ഞത്ത് വന്ന് ഇറങ്ങുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കണമെന്ന് അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർ അതനുസരിക്കുന്ന ഒരു നിലയാണുള്ളത്. തീരദേശത്ത് എന്തായിരുന്നാലും പട്ടണത്തിലുള്ളതിനേക്കാൾ ജാഗ്രതയും ശ്രദ്ധയും തീരദേശത്തെ മത്സ്യത്തൊഴിലാളി സമൂഹത്തിനടക്കം ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ ഈ നിയന്ത്രണങ്ങളുടെ കാര്യം ആവർത്തിച്ച് പറയുമ്പോഴും ഈ ജനങ്ങളുടെ വരവ് ടൗണിലേക്ക് കൂടിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഓരോ ദിവസവും കൂടുതലാണ്. അപ്പോൾ ഈ പൊന്നാനി അടക്കമുള്ള സ്ഥലങ്ങളിൽ ഏർപ്പെടുത്തിയ ഏതെങ്കിലും തരത്തിലുള്ള കൂടുതൽ ലോക്ക്ഡൗണിലേക്ക് പോകുന്നതിനെ പറ്റി ആലോചനയുണ്ടോ? വരുന്ന ദിവസങ്ങളിൽ, ഇന്ന് നാളെ തുടങ്ങിയിട്ടുള്ള ദിവസങ്ങളിൽ എങ്ങനെയാണ് ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശങ്ങളെ ജനങ്ങൾ സ്വീകരിക്കുന്നത് എന്ന് മനസ്സിലാക്കി കർശനമായിട്ടുള്ള നടപടികളിലേക്ക് ഗവൺമെൻറ് പോകും. ജനങ്ങളുടെ ജീവനും സുരക്ഷിതത്വം നൽകുക ഗവൺമെൻറ് പ്രാഥമികമായിട്ടുള്ള ചുമതലയാണ്. ആ ചുമതല സർക്കാർ നിർവഹിക്കുക തന്നെ ചെയ്യും. എല്ലാ ദിവസവും സമ്പർക്ക രോഗികളുണ്ടാകുന്നുണ്ട്. ഈ നഗരം അടച്ചിടേണ്ട ആവശ്യകത എന്തെങ്കിലും ഉണ്ടോ? തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം സമ്പർക്ക പട്ടിക പരിശോധിച്ചാലായിട്ട് നമുക്കങ്ങനെ വലിയ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ആകെ നമ്മുടെ ഓട്ടോറിക്ഷ തൊഴിലാളിയുടെ കുടുംബത്തിലെ 6 പേര് സമ്പർക്കത്തിൽ മൂലം അവർ പോസിറ്റീവായി എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കി എല്ലാ കേന്ദ്രങ്ങളിലും നടത്തിയിട്ടുള്ള കോവിഡ് ടെസ്റ്റുകൾ എല്ലാം നെഗറ്റീവാണ്. ഇപ്പോൾ കരിക്ക് നമ്മൾ വല്ലാതെ ഭയന്നതാണ്. പ്രൈമറി കോണ്ടാക്റ്റ് പോലും നെഗറ്റീവാണ്. അതുപോലെ വഞ്ചിയൂർ രമേശിൻ്റെ കാര്യത്തിൽ നമ്മൾ ഭയന്നതാണ്. പ്രൈമറി കോണ്ടാക്റ്റ് പോലും നെഗറ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വന്നിട്ടില്ല. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ആ രൂപത്തിൽ ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ പറയുന്നത് പോലുള്ള കാര്യമൊന്നും വന്നിട്ടില്ല. ഇവിടെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇവർക്കെങ്ങനെ കിട്ടി, ഈ ഓട്ടോറിക്ഷ തൊഴിലാളിക്ക് എങ്ങനെ കിട്ടി, അല്ലെന്നുണ്ടെങ്കിൽ വഞ്ചൂരിലെ തൊഴിലാളിക്ക് എങ്ങനെ കിട്ടി, ഇപ്പോൾ ഏറ്റവും അവസാനം വഞ്ചൂരിൽ തന്നെ ലോട്ടറി കച്ചവടക്കാരന് എങ്ങനെ കിട്ടി, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശങ്ക നിൽക്കുകയാണ്. ഇപ്പോൾ മാരായമുട്ടത്തൊരു കേസുണ്ട്. സേലത്ത് പോയി അവിടെ പരിശോധിക്കുമ്പോഴാണ് പോസിറ്റീവായിട്ട് വന്നിട്ടുള്ളത്. അയാൾ മാരായമുട്ടത്തെ ചില ക്വാറന്റൈൻ വീടുകളടക്കമുള്ള വീടുകളിൽ ഇതെടുക്കുന്നതിന് വേണ്ടി KCBയുടെ മീറ്റർ റീഡിങ്ങിന് വേണ്ടി പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് എവിടെന്നെങ്കിലും കിട്ടുകയായിരിക്കാൻ നമുക്ക് ഊഹിക്കാനേ സാധിക്കുന്നുള്ളൂ. അപ്പോൾ അത്തരത്തിൽ വലിയ തോതിലുള്ള വ്യാപനം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ മാരായമുട്ടവും പരിസര പ്രദേശങ്ങളിലുമുള്ള സ്വാബ് ടെസ്റ്റിംഗ് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കുകയാണ്. ഇന്ന് മുതൽ നമ്മൾ ഇരട്ടിയാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ടെസ്റ്റിംഗ് ഇരട്ടിയാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കൂടുതൽ നമുക്ക് ആളുകളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പ്രധാനപ്പെട്ട എല്ലാ പോയിന്റിലും ടെസ്റ്റിംഗ് നടത്താൻ വേണ്ടിയിട്ട് സാധിക്കും. കംപ്ലീറ്റ് ലോക്ക്ഡൗൺ ജില്ലയിലൊന്നും പോകേണ്ട കാര്യമില്ല. ഗ്രാമങ്ങളെല്ലാം തന്നെ വളരെ സുരക്ഷിതമാണ്. ഗ്രാമങ്ങളിൽ നമ്മുടെ സർവൈലൻസ് വളരെ ശക്തമാണ്. ഇപ്പോൾ നഗരത്തിലെ സർവൈലൻസ് ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഡ്യൂട്ടിക്ക് ഹാജരാകാത്തതായിട്ടുള്ള ജീവനക്കാരുടെ സേവനം ലഭ്യമാക്കാനുള്ള നടപടികളും നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഓരോ ബൂത്തുകളിൽ ബൂത്ത് വൈസായിട്ടാണ്. ബൂത്ത് ലെവൽ ഓഫീസറുണ്ട്. ആ ബൂത്ത് ലെവൽ ഓഫീസർക്ക് അറിയാം അവിടെയുള്ള സർക്കാർ ജീവനക്കാർ ആരൊക്കെയാണെന്ന്. ആ സർക്കാർ ജീവനക്കാരിൽ ഡ്യൂട്ടിയിൽ നിന്ന് മാറി നിൽക്കുന്നതായിട്ടുള്ള ഒഴിവായി നിൽക്കാൻ പറയുന്നതുള്ള സർക്കാർ ജീവനക്കാരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സർവൈലൻസ് ടീം വളരെ ഫലപ്രദമായി സർവൈലൻസ് നടത്തണമെന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. ഇപ്പോഴും സർവൈലൻസ് നടക്കുന്നുണ്ട്. പക്ഷേ 2-3 മാസക്കാലമായിട്ട് തുടർച്ചയായിട്ട് സന്നദ്ധ പ്രവർത്തകർ ക്ഷീണിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ആ സർവൈലൻസ് ദിവസവും പോയി ക്ഷീണിച്ചിട്ടുണ്ട്. ഗ്രാമങ്ങളിലൊക്കെ തന്നെ അധികമായിട്ട് ചെല്ലുന്നു എന്നുള്ള പരാതിയാണ്. ഈ ഇന്നലെ ഒരു പരാതി എന്ന് വെച്ചാൽ ഒരു വീട്ടിൽ 5 പ്രാവശ്യം സർവൈലൻസ് ടീം കയറി ചെന്നു എന്നാണ്. അപ്പോൾ അത്തരത്തിൽ ഗ്രാമങ്ങളിലൊക്കെ തന്നെ നമ്മുടെ നല്ല സജീവമായിട്ടുള്ള ശ്രദ്ധ വരുന്നുണ്ട്. അവിടെ ഏതെങ്കിലും ഒരു പുതിയ ആൾ വന്നാൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ഗ്രാമത്തിൽ ഒരാൾ പുതുതായിട്ട് വന്നത്. ഇവിടെ പട്ടണത്തിൽ നമുക്ക് അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നില്ല. അതൊക്കെയാണ് നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത്. അവിടെയാണല്ലോ പരിശോധനാ ഫലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 6 പേര് അവിടെ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ 6 പേരായി. അതുപോലെ തന്നെ ബാലരാമപുരത്തുകാരൻ കാലടിയിൽ വന്നതായിട്ടുള്ളൊരു പേരുണ്ട്. ബാലരാമപുരത്തെ ഒരു വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അയാൾ കാലടിയിൽ വന്നു. കാലടി നമ്മുടെ ഒരു കണ്ടെയ്ൻമെൻറ്റ് സോണാണ്. അപ്പോൾ കാലടിയിൽ ഒരു വീട്ടിൽ ജോലിക്ക് വന്നതായിട്ടറിയാം. അപ്പോൾ അതെല്ലാം കൊണ്ട് പിന്നെ മണക്കാട് ഏതാനും ചില കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ. അപ്പം മണക്കാട്, ആറ്റുകാൽ വളരെ ഡെൻസിറ്റി പോപ്പുലേഷനുള്ള പ്രദേശമാണ്. കുര്യാത്തി ഇങ്ങനെ പറയുന്നതായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള പുതിയ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് കണ്ടെയ്ൻമെൻറ്റ് സോണിൻ്റേതായിട്ടുള്ള ദിവസങ്ങൾ ദീർഘിപ്പിക്കാനായിട്ട് തീരുമാനിച്ചു. കണ്ടെയ്ൻമെന്റ് സോണിൽ നമുക്ക് പ്രവർത്തനം ഓക്കെയാണ്. അവിടുന്ന് ജനങ്ങളുടെ പൂർണ്ണ സഹകരണം കിട്ടുന്നുണ്ട്. ഉണ്ട്. കണ്ടെയ്ൻമെന്റ് സോണിലൊക്കെ യാത്രയുടെ മൂവ്മെന്റ്സിന്റെ ചില പ്രശ്നങ്ങൾ അവരെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടെന്നുള്ള വാസ്തവമാണ്. പക്ഷേ എന്നാലും എല്ലാവരും സഹകരിക്കുന്നു. ഈ തമിഴ്നാട്ടിൽ രോഗവ്യാപനം കൂടി വരുന്ന സാഹചര്യത്തിൽ അന്തർ സംസ്ഥാന യാത്രകൾക്ക് കൂടുതൽ വിലക്കുകൾ ഏർപ്പെടുത്താനോ അങ്ങനെ എന്തെങ്കിലും? ഇന്ന് നിലവിലുള്ള നിയന്ത്രണങ്ങൾ ശക്തിയായിട്ട് തുടരുക എന്നുള്ളത് തന്നെയാണ്. അത് മതിയാവും.
ഇന്നിനി തിരുവനന്തപുരത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ആലോചന യോഗം ഉണ്ടോ കൂടുതൽ നിയന്ത്രണങ്ങളെ പറ്റി? ഇന്നലെ വളരെ ഗൗരവത്തോടു കൂടി തന്നെ ആലോചിച്ച് വരുന്ന 2-3 ദിവസക്കാലത്തെ ഒരു പ്രോഗ്രാം തയ്യാറാക്കിയിട്ടുണ്ട്. അത് നടപ്പിലാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ ശേഷം വീണ്ടും ആലോചിക്കും. സമൂഹവ്യാപന സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല. കൃത്യമായി ജാഗ്രത പുലർത്തേണ്ട സമയമാണിത്. ഗ്രാമങ്ങളെക്കാൾ ഗൌരവമാണ് നഗരത്തിലെ സാഹചര്യമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നു. നഗരവാസികളുടെ പെരുമാറ്റം സ്വാതന്ത്ര്യം ലഭിച്ച രീതിയിലാണെന്നും അദ്ദേഹം പറഞ്ഞുവെക്കുന്നു. ചാലിയിൽ ഏർപ്പെടുത്തിയ ക്രമീകരണങ്ങൾ എല്ലാ മാർക്കറ്റിലും ഏർപ്പെടുത്താനുള്ള ശ്രമങ്ങളായിരിക്കും വരും ദിവസങ്ങളിൽ ഉണ്ടാവുക എന്നും അദ്ദേഹം പറയുന്നു. 3-1 കടകൾ മാത്രമേ ഇനി തുറക്കാൻ അനുവദിക്കൂ. ആദ്യഘട്ടത്തിൽ പാലിച്ചിരുന്ന ജാഗ്രത പലരും ഈ ഘട്ടത്തിൽ മറക്കുന്നുണ്ട്. കോവിഡ് ചട്ടങ്ങൾ പാലിച്ചില്ല എങ്കിൽ കടകളുടെ ലൈസൻസ് റദ്ദാക്കും. സമരം നടത്തുന്നവർ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ല. അങ്ങനെ നിരവധി കാര്യങ്ങളാണ് അദ്ദേഹം ഈ ഒരു ഘട്ടത്തിൽ പറഞ്ഞുവെക്കുന്നത്. കൂടുതൽ